Allahi wa barakatuhu. Alhamdulillahi rabbil alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallahu wahdahu la sharika lahu. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പഠന ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 4ാമത്തെ ക്ലാസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. 1ാമത്തെ ഹദീസ് നാം മനസ്സിലാക്കി കഴിഞ്ഞു. നിയ്യത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഹദീസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കൊച്ചു ഗ്രന്ഥത്തിൽ 1ാമതായി കൊണ്ടുവന്ന ഹദീസ്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ രൂപത്തിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 2ാമത്തെ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഹദീസു സാനി, 2ാമത്തെ ഹദീസ് ഒരൽപ്പം സുദീർഘമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഒരു ക്ലാസ് കൊണ്ട് പൂർത്തിയാക്കാതെ 2ഓ 3ഓ ക്ലാസ്സുകളിലൂടെ പൂർത്തിയാക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഹദീസ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഉദ്ധരിക്കുന്നത്. ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്ന് പറയുന്ന 1ാമത്തെ ഹദീസും ഉദ്ധരിച്ചത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഹദീസിൻ്റെ റാവിയെക്കുറിച്ച് വളരെ വിശാലമായി നമ്മൾ പഠിച്ചവരാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ 1ാമത്തെ ഹദീസിൻ്റെ ആമുഖത്തിൽ നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇസ്ലാമിൻ്റെ ഏറെ പ്രത്യേകതകളുള്ള എല്ലാ വശങ്ങളും കടന്നു വരുന്ന ഹദീസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 2ാമത്തെ ഹദീസായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉമ്മുസുന്ന, സാധാരണ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഉമ്മുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഉമ്മുൽ കിതാബാണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം ആ സൂറത്ത് മഹത്വമുള്ളതാണ്. 1ാമത്തെ അധ്യായമാണ്. എല്ലാ ദിവസവും പലതവണ പാരായണം ചെയ്യേണ്ട സൂറത്താണ്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മുൽ കിതാബ്, അതാണ് ആ സൂറത്ത് അറിയപ്പെടുന്ന ഒരു നാമം. വേറെയും നാമങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഉമ്മുസുന്ന, അഥവാ ഹദീസുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറെ പ്രത്യേകതകളുള്ള, മറ്റു ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണി പ്രകാരം, അവരുടെ വാക്കുകൾ പ്രകാരം എല്ലാ ഇബാദത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ എല്ലാ മേഖലകളും കടന്നു വരുന്ന ഹദീസാണ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ്. നമുക്ക് ഹദീസ് വായിക്കാം. ഹദീസിൻ്റെ തുടക്കഭാഗം ഗ്രന്ഥകാരൻ നൽകിയിരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു തആല അൻഹു അയ്ളൻ ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ
عند رسول الله صلى الله عليه وسلم ذات يوم إذ طلع علينا رجل شديد البياض ثياب شديد سواد شعر لا يرى عليه أثر السفر ولا يعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه وقال يا محمد أخبرني عن الإسلام فقال رسول الله صلى الله عليه وسلم الإسلام أن تشهد أن لا إله إلا الله وأن محمدا رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇനിയും ഹദീത്തുണ്ട്. ഹദീത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. നമ്മളതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഹദീത്ത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പ്രവാചകൻ്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന സമയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ വന്നു, ഒരു വ്യക്തി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഹദീത്ത് ഏറെ ശ്രേഷ്ഠതയുള്ള ഹദീത്താണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ഗ്രന്ഥത്തിൽ ചേർത്തു വച്ചിട്ടുള്ള ഹദീത്തുകളെല്ലാം മഹത്വമുള്ള ഹദീത്താണ്. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിക്ക് ഈമാനികമായി വളരാൻ സാധിക്കുന്ന ഹദീത്തുകളുമാണ്. അത് ആ ഹദീത്തുകൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കിതാബുൽ ഈമാനിൽ ഈ ഹദീത്ത് ഒന്നാമത്തെ ഹദീത്തായി കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാം ദീൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഹദീത്താണ് ഈ ഹദീത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഈ ഹദീത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പം നമ്മൾ കേട്ട ഹദീത്ത് അത് റിവായത്ത് ചെയ്യാനൊരു പശ്ചാത്തലമുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നതിന് കാരണമുണ്ട്. ആ കാരണം അദ്ദേഹം ഷറഹ് മുസ്ലിമിലെ ആ ഹദീത്ത് റിവായത്ത് ചെയ്യുന്ന ഭാഗത്ത് വളരെ വിശാലമായി നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ഹദീത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഭാഗം യഹ്യ ബിനു യഅ്മർ എന്ന് പറയുന്ന മഹാനായ വ്യക്തി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയണം, ഖാല കാന അവ്വല മൻ ഖാല ഫിൽ ഖദ്രി ബിൽ ബസ്റ മഅബദുൽ ജുഹ്നി. മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന മനുഷ്യനാണ് ബസറയിൽ ആദ്യമായി കൊണ്ട് ഖദറിനെ നിഷേധിച്ചയാൾ. ഖദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളിലെ വളരെ സുപ്രധാനമായൊരു പാർട്ടാണ്, ഒരു ഭാഗമാണ് ഖദറിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം. അപ്പോൾ ഈ വിധിയിലുള്ള വിശ്വാസത്തെ ആദ്യമായി കൊണ്ട് നിഷേധിച്ചയാളാണ് മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന ബസറയിലുള്ളയാളാണ്. അപ്പം അങ്ങനെ അവരുടെ നാട്ടിൽ ഖദറിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത വന്നു. ഇതുവരെ അവർക്ക് പരിചയമില്ലാത്തവരെല്ലാവരും ഖദറിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം ആളുകളിൽ രൂപപ്പെടുവാൻ തുടങ്ങി. ആ സമയത്ത് ഇവരെന്താണ് ചെയ്യുന്നത്? മഹാനായ യഹ്യ ബിൻ യഅ്മർ പറയാണ്, ഫൻതലഖത് അന വഹുമൈദ് ബിൻ അബ്ദുറഹ്മാനുൽ ഹിംയരി, ഞാനും ഹുമൈദ് ബിനു അബ്ദുറഹ്മാനുൽ ഹിംയരി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും കൂടെ എന്ത് ചെയ്തു? ഞങ്ങൾ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഖദറിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട്. ആ ഖദറിനെ നിഷേധിക്കുന്ന പ്രവണത വന്നപ്പോൾ അവർ രണ്ടുപേരും, ഈ മഹാനായ യഹ്യ ബിൻ യഅ്മറും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും കൂടെ മക്കയിലേക്ക് യാത്ര പോവുകയാണ്. എന്തിനാ യാത്ര പോകുന്നത്? അവരുടെ ലക്ഷ്യം ഹജ്ജിനെ അല്ലെങ്കിൽ ഉംറയ്ക്ക് ലക്ഷ്യം വെച്ച് അവർ പോവുകയാണ്. പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ? ലൗ ലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹഉലാഇ ഫിൽ ഖദർ. അതാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങളിങ്ങനെ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ വേണ്ടി ഞങ്ങൾ പുറപ്പെടും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബിയെ, അറിവുള്ള ഒരു സ്വഹാബിയെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ സ്വഹാബിയോട് ഖദറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചോദിക്കണം. ഈ ആളുകൾ പറയുന്നതാണോ ശരി, അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെന്ത് ചെയ്യണം? ആ സ്വഹാബിയോട് ചോദിക്കണം. ഞങ്ങൾ കാണുന്ന സ്വഹാബിയോട് ചോദിക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ രണ്ടുപേരും എന്ത് ചെയ്തു? മക്കയിലേക്ക് യാത്ര തിരിച്ചു.
അവർക്ക് ഹജ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഉംറ ചെയ്യുക. അങ്ങനെ അവർ മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലെത്തിയ ഉടനെ അദ്ദേഹം പറയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ ബിൻ ഖത്താബ് ദാഖിലൽ മസ്ജിദ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ ആരുണ്ട്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം പള്ളിയിലുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഞാനും എൻ്റെ സുഹൃത്തും ഞാനും എൻ്റെ സ്നേഹിതനും അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഞങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ വലതുവശത്തും അഹദുന അൻ യമീനിഹി വൽ ആഖറു അൻ ശിമാലിഹി, മറ്റൊരാൾ ഇടതുവശത്തും, ഒരാൾ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തുമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരുപാട് പാഠങ്ങളുണ്ട് ഈ ഹദീത്തിൽ. ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം എന്താ? ഇവർ രണ്ടുപേരും അവർ നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിൽ കക്ഷി ചേരുകയല്ല ചെയ്തത്, മറിച്ച് എന്ത് ചെയ്തു? അവരിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. കാരണം അതറിയുന്ന ആൾക്കാരാരാ? സ്വഹാബികളാണ്. ആ സ്വഹാബികളെ തേടി അവർ യാത്ര പോയി. അവരെന്ത് ചെയ്തു? സ്വഹാബിയെ കണ്ടു. അവർക്ക് ഏറ്റവും പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനായ അനുയോജ്യനായ വ്യക്തിയെ കണ്ടു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയാണ് അവർ കണ്ടത്. അദ്ദേഹത്തെ കണ്ട ഉടനെ അവർ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുമ്പോൾ അദബ് പാലിക്കുന്നു. എന്താ അദബ്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ രണ്ട് വശത്തുമായി നിൽക്കുമ്പോൾ പറയുന്നയാൾക്ക്, പഠിപ്പിക്കുന്നയാൾക്ക് അത് ഏറ്റവും നല്ല ഒരു രീതിയാണ്. പഠിപ്പിക്കുന്നയാൾക്ക് അത് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അവർ രണ്ടുപേരും എന്ത് ചെയ്തത്? അവരെ നിന്നത്. ദീൻ എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ ഒരു മര്യാദ കൂടെ അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഖദറിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവരുടെ പ്രത്യേകത പറഞ്ഞു. അവരാരാ? ഇന്നഹു ഖദ് ളഹറ ഖിബലനാ നാസുൻ യഖറഊനൽ ഖുർആന യതകഫറൂനൽ ഇൽമ വദകറ മിൻ ശഅനിഹിം വഅന്നഹും യസ്അമൂന അല്ലാ ഖദർ. അവരാരാന്നറിയോ? അവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, നിസാരക്കാരല്ല. അവർ നന്നായി ദീൻ അറിയുന്ന ആൾക്കാരാണ്. അവർ ദീന് പഠിക്കുന്ന ആൾക്കാരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ഇൽമ് പഠിക്കുന്നവരാണ്. അവർ പ്രത്യേക വിരുന്ന് ദീന് പഠിക്കുന്ന, ദീനിൽ അവഗാഹം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. ആ ആളുകളാണ് എന്ത് പറയുന്നത്? ഖദറില്ല, വിധി വിശ്വാസത്തെ അവർ നിഷേധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല, അത് ശരിയല്ല എന്നാണ് അവരുടെ വാദം. ആ വാദിക്കുന്ന ആളുകൾ ദീന് പഠിച്ച ആൾക്കാരാണ്, നിസാരക്കാരല്ല. ഈ ആളുകളെക്കുറിച്ചാണ് മഹാന്മാരായ ഈ രണ്ടു പേർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയണം, നിങ്ങൾ ഇനി നിങ്ങളുടെ നാട്ടിൽ പോയി അവരെ കണ്ടുമുട്ടിയാൽ ഫൈദാ ലഖീത ഉലൈക ഫഅഖ്ബിറുഹും, നിങ്ങൾ അവരെ അറിയിക്കണം. ആ ആളുകളോട് നിങ്ങൾ പറയണം, അന്നീ ബരീഉം മിൻഹും, കാരണം ഞാൻ അവരിൽ നിന്ന് വിടുതൽ പ്രഖ്യാപിക്കുന്നു. എനിക്ക് അവരുമായി ബന്ധമില്ല, ഞാൻ അവരുടെ കൂടെ ചേരുന്ന ആൾക്കാരല്ല, ഞാൻ അവരോട് യോജിക്കുന്നയാളല്ല. വഅന്നഹും ബുറാഉ മിന്നി, അവരെന്നോടും ചേരുന്ന ആൾക്കാരല്ല. ഖദറിനെ നിഷേധിക്കുന്ന ആൾക്കാരുമായി എനിക്കൊരു ബന്ധമല്ല, അവരുടെ ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. ആരാ പറയും? ഇബ്നു ഉമർ റളിയല്ലാഹു പറയണം. ഈ വന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, അവർ പറയുന്ന വാദം തെറ്റാണ്, അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ അറിയിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അവരുമായി ബന്ധമല്ല, അവരോട് പിന്നെ വിടുതൽ പ്രഖ്യാപിച്ച അകന്നു നിൽക്കുകയാണ് എന്ന വിവരം അവരെ അറിയിക്കണം. അവർക്ക് ഞാനുമായി കൊണ്ട് ബന്ധമല്ല. കാരണം എന്താ? അവർ പറയുന്ന ആശയം പിഴച്ചാശയാണ്, അവർ പറയുന്ന ആശയം ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഖദറിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ നിഷേധിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്, അതുകൊണ്ട് പാടില്ല. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, നമ്മളിപ്പോൾ വായിക്കുന്ന ഹദീസാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ധരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹദീസിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലായി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഈമാനിൽ കൊണ്ടുവരാൻ കാരണം എന്താ? ഖദറിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അതിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടിയാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മൾ വായിച്ച ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അൻ ഉമർ റളിയല്ലാഹു അൻഹു തആല ഐലൻ قال بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സമയം. ആ സമയം എന്ത് ചെയ്തു? ഇതാണ് ഹദീസ്,
ഇമാം നബവി കൊണ്ടുവന്ന ഹദീത്ത് ഇതാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് എന്ത് ചെയ്തു? ഒരാൾ വന്നു. നല്ല വെളുത്ത ഒരു മനുഷ്യൻ, അയാൾ വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഒരു വെള്ള വസ്ത്രം ധരിച്ച നല്ല സൗന്ദര്യമുള്ള ഒരാൾ, നല്ല കറുത്ത മുടിയുള്ള ഒരാൾ, അയാൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. എന്താ അയാളുടെ പ്രത്യേകത? എന്താ? ലാ യുറാ അലൈഹി അഥറു സഫരി വലാ യഅരിഫുഹു മിന്നാ അഹദുൻ. അയാളെ ഞങ്ങൾക്കാർക്കും അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സ്വഹാബികൾക്ക് ആർക്കും അയാൾ അറിയില്ല, അയാളെ പരിചയമില്ല. അങ്ങനത്തെ ഒരാളെ വന്നത്. എന്നാൽ അയാൾ ഞങ്ങൾക്കറിയാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായും വിദൂരത്തുനിന്ന് വരണം, ദൂരസ്ഥലത്തുനിന്ന് വരുന്ന ആളാണ്. പക്ഷെ അയാളുടെ ശരീരത്തിൽ യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല. യാത്ര ചെയ്തു വരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ യാത്രയുടെ അടയാളങ്ങൾ ഉണ്ടാകണം. അയാളുടെ ശരീരത്തിൽ പൊടി പിടിക്കണം, മുടിയൊക്കെ പാറിപ്പറക്കാം, അല്ലേ? യാത്രയുടെ അടയാളങ്ങൾ അതൊന്നുമില്ല. അതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ, നല്ല വെള്ള വസ്ത്രം ധരിച്ച് അഴുക്കില്ലാത്ത, മുടിയൊക്കെ നന്നായി ചീകി വെച്ച കറുത്ത മുടിയുള്ള ഒരു സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ, അയാൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. നബി ഉണ്ട് അവിടെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹം ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാമൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ മുന്നിൽ കാലുകൾ കുത്തി പ്രവാചകൻ്റെ മുട്ടിനോട് തൻ്റെ മുട്ടുകൾ ചേർത്ത് തൻ്റെ കൈകൾ എന്ത് ചെയ്തു? കാൽമുട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ്റെ മുമ്പിൽ ഇരുന്നു. അങ്ങനെ അദ്ദേഹം ഇരുന്നു. എന്നിട്ട് അദ്ദേഹം നബിയോട് ചോദിച്ചു, യാ മുഹമ്മദ് മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. നീ സാക്ഷ്യപ്പെടുത്തലാണ്. എന്ത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. വ തുഖീമസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തലാണ്. വ തുഅ്തിയസ് സക്കാ, സക്കാത്ത് നൽകലാണ്, കൊടുക്കലാണ്. വ തസൂമ റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കലാണ്. വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല, സാധിക്കുമെങ്കിൽ കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യലാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ, വളരെ ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വരുന്നു, അയാൾ നബിനോട് ചോദിക്കുന്നു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. നബി ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ഷഹാദത്ത് കലിമ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അല്ലേ? ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. ആരാ വന്ന ആളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വന്ന ആളാരാ? നമ്മൾ പറഞ്ഞു, ഇത് ഈ ഹദീത്ത് അറിയപ്പെടുന്ന ഹദീത്തു ജിബ്രീൽ എന്ന പേരിലാണ്. വന്നതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് വന്നത്. അപ്പം ഇന്നൊരു ഒരു പാടെന്താ? മലക്കുകൾക്ക് രൂപം മാറാൻ സാധിക്കും. വന്നതെങ്ങനെയാ? ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇദാ തല അലൈനാ റജുലുൻ ശദീദുൽ ബയാൽ. ഒരു റജുലിൻ്റെ രൂപത്തിലാണ്, ഒരു പുരുഷൻ്റെ രൂപത്തിലാണ് അവർ വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് മലക്കാണ്, ജിബ്രീലാണ്. വന്നത് ആരാണ്? ജിബ്രീലാണ്. എങ്ങനെ വന്നത്? ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ. അപ്പം എന്ത് മനസ്സിലായി? മലക്കുകൾക്ക് രൂപം മാറാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് മലക്കുകൾ എന്ന് പറയുന്ന സൃഷ്ടികളുണ്ട്, ആ മലക്കുകൾക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട്. ഈ ഹദീത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, എന്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നത്? ഹദീത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ഹദീത്ത് വളരെ സുപ്രധാനമായൊരു ഹദീത്താണ്. ഈ ഹദീത്ത് വളരെ സുപ്രധാനമായ ഹദീത്താണ്. അത് ആളുകളൊക്കെ പഠിക്കണം. ഇപ്പോൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ പഠിക്കേണ്ട ഹദീത്താണ്. ഇതിന് ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അദ്ദേഹം വരുന്നത് ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ ആ സദസ്സിലേക്ക് വരികയാണ്. ഇപ്പം നമ്മുടെ സദസ്സിലേക്ക്, ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനിടയിൽ ഒരാൾ നമ്മളെ മൈക്ക് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കൂലേ ആരാ പോയി സംസാരിക്കണത്? ഇവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരാണ് ഇത്ര ഭംഗിയായി അല്ലെങ്കിൽ വേറെ ആരാ പോയി സംസാരിക്കുന്നത് നമ്മൾ നോക്കൂ.
സ്വാഭാവികമാണ്. അത് ആളുകളുടെ ശ്രദ്ധ ലഭിക്കാനുള്ളൊരു കാരണമാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്തു? കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ആരുടെയും ശ്രദ്ധ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റാൻ പാടില്ല. അവർക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്, യാത്രയുടെ അടയാളങ്ങളില്ല, മരുഭൂമി താണ്ടിയാൽ പൊടിയും അതേപോലെ തന്നെ ചെളി അതൊന്നുമില്ല. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു. അവർ ഈ ഹദീത്ത് അവരെല്ലാവരും കേൾക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനി അദ്ദേഹം ഇരുന്നത് എങ്ങനെയാ? നബിൻ്റെ മുമ്പിൽ വന്നിരുന്നു, വിനയത്തോടു കൂടെ ഇരുന്നു. നബിയുടെ കാൽമുട്ടിനോട് തൻ്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് കൈകൾ എന്ത് ചെയ്തു? തൻ്റെ ആ കാൽമുട്ടിൻ്റെ സമീപത്ത് അവിടെ വെച്ചു. ഒരു മതവിദ്യാർത്ഥി, ഒരു ദീന് പഠിക്കുന്ന ഒരാൾ നേരെ ഇരുന്ന് ഫേസ് ടു ഫേസ് ആയി ഇരുന്ന് വളരെ വിനയത്തോടു കൂടെ ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കുകയാണ് ദീന് പഠിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ? അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം എന്നാണ്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്താ ഒന്നാമതായി നബി പറയുന്നത്? അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാമിൻ്റെ ആദർശം. ഈ ഹദീത്തിൽ പറയുന്ന ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. നീ സാക്ഷ്യം വഹിക്കണം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. ഇത് ഉറപ്പിക്കണം നമ്മൾ. ഇതിൻ്റെ എതിരെന്താ? ഷിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ഒരാൾ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയാത്ത ഒരാൾ, ഓനാരാ? അവർ ഷിർക്കൻ വിശ്വാസമായി ജീവിക്കുന്ന ആളാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യണം? പൂർണ്ണമായിക്കൊണ്ട് നമ്മൾ അംഗീകരിക്കണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഈ തൗഹീദാണ്. ഏകനായ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥനകളും അർച്ചനകളും നടത്തേണ്ടത്. അള്ളാഹുവിന് മാത്രമാണ് നേർച്ച നേരേണ്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നാം കൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയില്ല, ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് സൂറത്തുൽ ബയ്യിനയിൽ അള്ളാഹു പറയുന്നുണ്ട്. ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി. അള്ളാഹു പറയാണ്, നബിയെ നീ പറയണം, അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നും അവരിൽ പങ്കു ചേർക്കരുത് എന്നും മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ ബേസ്. അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്താ ഇസ്ലാം? എന്താ? അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇസ്ലാം എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരെയും തീർച്ചയായും എല്ലാ ജനതയിലേക്കും നാം റസൂലുകളെ അയച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാ പ്രവാചകന്മാർ വന്നത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ്, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. എന്താ ഇസ്ലാം? എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഭാഗം. അതാണ് ഈ ഹദീത്തിലുള്ളത്. നീ സാക്ഷ്യം വഹിക്കണം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളത്. അതാ നബിമാർ പഠിപ്പിച്ചത്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ. എൻ്റെ പൊന്നു സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് എന്തില്ല, ഒരാരാധ്യരില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അപ്പോൾ ഈ ഹദീത്ത് നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിലേറ്റവും വലിയ പാഠെന്താ? ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കണം. ആ ഇസ്ലാം എന്താ? അതിലെ ഒന്നാമത്തെ ഭാഗം അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ സാക്ഷ്യം വഹിക്കലാണ്. എന്താ സാക്ഷ്യം വഹിക്കണം? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഒരു സൃഷ്ടികളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, മുനമ്പത്ത് ബീവി ആകട്ടെ, നാഗൂർ, അജ്മീർ, ഹോജമാൻ ആരാകട്ടെ, യേശു ക്രിസ്തുവാകട്ടെ, ശ്രീരാമനാകട്ടെ, ശ്രീബുദ്ധനാകട്ടെ, അവരൊക്കെ അല്ലാൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളെ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല. മരണപ്പെട്ടു പോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പല മേഖലകളിലൂടെ ഷിർക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം സ്വർഗം ലഭിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കണം, അംഗീകരിക്കണം. രണ്ടാമത്തെ ഭാഗം എന്താ? അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് എന്ത് ചെയ്യണം? സാക്ഷ്യം വഹിക്കണം. ഇത് അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുമോ? നബി അംഗീകരിക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല. നബി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ
അവനെന്ത് സ്വർഗ്ഗമുണ്ട് എന്നാ. മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, എന്നെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ അസാനി ഫഖദ് അസല്ലാ, എന്നെ നിരാകരിച്ചവൻ, എന്നെ അനുസരിക്കാത്തവൻ, എന്നെ അംഗീകരിക്കാത്തവൻ അല്ലാഹുവിനെയും അംഗീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പം അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി ഇവിടെ എന്തു പഠിപ്പിച്ചോ അതൊക്കെ സ്വീകരിക്കണം കഴിവിൻ്റെ പരമാവധി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, നബി ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, നബി വിരോധിച്ചത് എന്താണോ അത് നിങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അത് അംഗീകരിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കും. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അയാൾ അനുസരിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങളെ അയാൾ സത്യപ്പെടുത്തും. പ്രവാചകനാണ് സത്യസന്ധൻ. നബി ഒരിക്കലും കളവ് പറഞ്ഞില്ല, അതുകൊണ്ട് നബി പറഞ്ഞതിനെ സത്യപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം എന്താ? നബി വിലക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു കുറേ കാര്യങ്ങൾ വിലക്കി, അത് ഒഴിവാക്കും. നബി പാടില്ല എന്ന് പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. പലിശ വാങ്ങരുത്. ഇപ്പം നബിനോട് ഇഷ്ടമുണ്ട് നമുക്ക്, നമ്മൾ പലിശ വാങ്ങൂല, തോന്നിവാസങ്ങൾ ചെയ്യൂല. കാരണം നബി വിലക്കിയ കാര്യങ്ങളാണ്. മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, അക്രമം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിക്കുന്നില്ല. അതിൽ കുറവുണ്ട്, അപാകതയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നോക്കൂ നിങ്ങൾ, നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തായി പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ആരാധിക്കണം. അത് നബിനോടുള്ള കടമയാണ്. നബി ഇബാദത്തായി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതാണ് ഇബാദത്ത്. കാരണം അതിന് അള്ളാഹുവിൽ നിന്ന് നബിയിലൂടെ നമുക്ക് എത്തിച്ചെന്ന കാര്യമാണ്. ഇപ്പോൾ സുബൈ നമസ്കാരം 2 റക്അത്താണ്. അപ്പോൾ ഒരാൾ വിചാരിക്കുക നേരത്തെ എഴുന്നേറ്റ് ഒരു 4 മണിക്കോ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ ചെന്ന 2 റക്അത്ത് എന്തൊരു മോശം അത്. ഒരു 4 റക്അത്ത് നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? പറ്റുമോ? സാധ്യമല്ലല്ലോ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അവിടെ നബി സുബഹിയുടെ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്, നബിയിലൂടെ അറിയിച്ചെന്ന കാര്യമാണ്. നമ്മൾ കൂട്ടാൻ പാടില്ല, അതൊരു ഇബാദത്താണ്. ഇല്ലേ? ഫാത്തിഹ സൂറത്ത് നല്ല ഭംഗിയുള്ള സൂറത്താണല്ലോ, എത്ര ഓതിയിട്ടും മടുക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ 4 ഫാത്തിഹ ഓതുക. നബി ഒരു വട്ടേ ഓതിയിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ഓതിയിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തായി കാണിച്ചെന്ന കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്ത് കാണിച്ചെന്നാൽ നമ്മൾ ചെയ്യണം. ഇപ്പം നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരാണ്, അത് ഇബാദത്താണോ? അത് ഇബാദത്താകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം. നബി എല്ലാം കാണിച്ചെന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പേര് സ്വലാത്തിലാണെന്ന് പറഞ്ഞു, അത് ഇബാദത്താണ്. അല്ലേ? നമസ്കാര ശേഷം അദ്കാറുകളുണ്ടെന്ന് പറഞ്ഞു, അത് ഇബാദത്താണ്. നബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകത്തിന് വേണ്ടി പഠിപ്പിച്ചെന്ന ഹദീസുകൾ നമ്മൾ വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തായി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, ഉറക്കം എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഇബാദത്ത്. അങ്ങനെയാണെങ്കിൽ നബിദിനം നബി സല്ലല്ലാഹു പഠിപ്പിച്ചുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്? ഇല്ല, നബി ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷക്കാലം ജീവിച്ചു. 63 വർഷക്കാലം. അതിൽ പ്രവാചകത്വം ലഭിച്ച 40 മുതൽ 63 വരെയുള്ള 23 വർഷക്കാലം നബിയുടെ പ്രവാചകത്വ ജീവിതമാണ്. നമ്മൾ അതാണല്ലോ ദീനായിട്ട് എടുക്കുന്ന ആ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിച്ച 23 വർഷക്കാലം അതൊരു ഇബാദത്ത് നബി പഠിപ്പിച്ച കാലമാണ്. അപ്പോൾ അതിലെവിടെയെങ്കിലും ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നബിൻ്റെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവുണ്ടോ? ഇല്ല. അതുകൊണ്ടത് എന്തല്ല? ഇബാദത്തല്ല. അത് ഇബാദത്തല്ല, നമ്മൾ മനസ്സിലാക്കണം. അത് ബിദ്അത്താണ്. പിൽക്കാലഘട്ടത്തിൽ ആളുകൾ ഉണ്ടാക്കിയ കാര്യമാണ്. നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരനെ പറയലെന്താ? നബിദിനം കഴിക്കലും മുമ്പ് പതിവില്ലാത്ത പരിപാടിയാണെന്ന്.
അല്ലേ? നബിദിനം കഴിക്കൽ മുമ്പ് പതിവില്ല. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്, പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറയുന്ന 3 നൂറ്റാണ്ടിലെ ആരും ചെയ്യാത്ത കാര്യമാണ്. പിന്നെ അവർ തെളിവ് പറയും. എന്താ തെളിവെന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫല്യഫ്റഹു. നബിയെ നിങ്ങൾ പറയണം, അള്ളാഹു നൽകിയ അനുഗ്രഹത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നിങ്ങൾ സന്തോഷിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഫല്യഫ്റഹു എന്ന് പറഞ്ഞൊരു അമ്രാണ്, നിങ്ങൾ കൽപ്പനയാണ്. നിങ്ങൾ സന്തോഷിക്കണം. അത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണെങ്കിൽ എന്തേ സ്വഹാബികൾ അത് മനസ്സിലാക്കാതെ പോയത്? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കാതെ പോയത്? അപ്പോൾ അത് ദുർവ്യാഖ്യാനിക്കലാണ്. ഞാൻ അതിലേക്ക് കടക്കല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തായി പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കണം ഇബാദത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഹദീഥു ജിബ്രീലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ജിബ്രീൽ വരികയാണ്. മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. എന്നിട്ട് നബിയോട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചെയ്യണം? നബിയെ നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നബി പറഞ്ഞു കൊടുത്തു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വതുഖീമ സ്വലാ വതുഅതിയ സക്കാ വതസൂമ റമളാൻ വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല എന്ന് പറയുന്ന ഭാഗവും ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.